ജിമ്മിൽ സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയുണ്ട്. ലാറ്റ് പുൾ ഡൗൺ മെഷീനിലിരുന്ന് ബാർ തലയ്ക്ക് പിന്നിലേക്ക് വലിക്കുന്നു. ജിമ്മിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വർക്കൗട്ട് മിസ്റ്റേക്സിൽ ഒന്നാണിത്. ഇത് നിങ്ങളുടെ കുറ്റമൊന്നുമല്ല. പണ്ട് കാലത്തെ ബോഡി ബിൽഡിംഗ് മാഗസിൻസിലൊക്കെ ഈ ഫോമിൽ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുന്ന ചിത്രങ്ങൾ ധാരാളം വന്നിരുന്നു. ജിമ്മിൽ സീനിയർ മെമ്പേഴ്സ് പഠിപ്പിച്ചതും ഇങ്ങനെ തന്നെ ആയിരിക്കും. ചില പ്രൊഫഷണൽ അത്ലറ്റ്സിന് എക്സെപ്ഷണൽ മൊബിലിറ്റി കാരണം ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേർക്കും ഇതൊരു അനാവശ്യ റിസ്ക് ആണ്. എന്തുകൊണ്ടാണെന്നോ? ബാർ തലയ്ക്ക് പിന്നിലേക്ക് വലിക്കുമ്പോൾ നമ്മുടെ കഴുത്ത് അസ്വാഭാവികമായി മുന്നോട്ട് കുനിയും. ആ പൊസിഷനിൽ സെർവിക്കൽ സ്പൈനിലേക്ക് നേരിട്ട് പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. ഒരു തവണ ചെയ്താൽ ഒന്നും സംഭവിക്കണമെന്നില്ല. പക്ഷേ ഓരോ സെറ്റിലും ഓരോ സെഷനിലും ഇതിങ്ങനെ റിപ്പീറ്റ് ആവുമ്പോൾ നെക്ക് ഇഞ്ചുറി, ഷോൾഡർ ഇംപിഞ്ച്മെന്റ് ഇതൊക്കെ പതുക്കെ ബിൽഡാവും. എന്നിട്ട് ഒരു ദിവസം ഒരു വശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്തത്ര വേദന വരും. അതുമാത്രമല്ല, ബാർ പിന്നിലേക്ക് വലിക്കുമ്പോൾ പലർക്കും ലാറ്റ് മസിൽ ക്ലീൻ ആയി എൻഗേജ് ചെയ്യാൻ പറ്റില്ല. ലാറ്റിന്റെ നാച്ചുറലായ പുള്ളിംഗ് മൂവ്മെന്റ് ബ്ലോക്ക് ആവും. പകരം പലപ്പോഴും ട്രാപ്പ് മസിലും റയൽ ഡെൽറ്റും കൂടെ ആ ലോഡ് അങ്ങ് ഏറ്റെടുക്കും. ബാക്ക് ഗ്രോ ആകേണ്ടത് ഗ്രോ ആകില്ല, ഇഞ്ചുറി റിസ്ക് കൂടും, റിസൾട്ട് കുറയും. ഇങ്ങനെ ഒരു വലിയ ചതി കൂടെ ഇതിന് പിന്നിലുണ്ട്. എങ്കിൽ പിന്നെ എന്നാ സൊല്യൂഷൻ? ഇതിന്റെ കറക്ഷൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് അടുത്ത ബാക്ക് ഡേക്ക് വേണ്ടി ഈ വീഡിയോ സേവ് ചെയ്യാനും ജിം ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചിലപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഒരു വലിയ ഇഞ്ചുറി തടയുന്നത്. ഓക്കെ, ലാറ്റ് പുൾ ഡൗൺ വർക്കൗട്ടിൽ പുൾ ചെയ്യുന്നതിന് മുമ്പ് ഒരൽപ്പം പിന്നോട്ട് ചെരിഞ്ഞിരിക്കണം. ഷോൾഡർ പാക്ഡായി, അതായത് താഴോട്ടും പിന്നോട്ടും കറക്റ്റ് ചെയ്ത് ചെസ്റ്റ് മുന്നോട്ടാക്കുക. ഈ പൊസിഷനിൽ ലാറ്റ് മസിലിന് കൂടുതൽ നാച്ചുറലായ പുള്ളിംഗ് പാത്ത് കിട്ടും. ബാർ എപ്പോഴും നെഞ്ചിന്റെ മുകൾ ഭാഗത്തേക്കാണ് വലിക്കേണ്ടത്, അല്ലാതെ തലയ്ക്ക് പിന്നിലേക്കല്ല. ബാർ താഴേക്ക് വലിക്കുമ്പോൾ എൽബോസ് നേരെ താഴേക്ക് വരണം. ഷോൾഡർ ബ്ലേഡുകൾ ഇവിടെ പരസ്പരം സ്ക്യൂസ് ചെയ്യാൻ പോകുന്നത് പോലെയാണ് ഉണ്ടാവുക. ബാർ അപ്പർ ചെസ്റ്റിൽ ടച്ച് ആകുമ്പോൾ ലാറ്റിന്റെ ആ സ്ക്യൂസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ആ ഫീൽ ഇല്ലെങ്കിൽ ലാറ്റ് എൻഗേജ് ആകുന്നില്ല എന്നർത്ഥം. കേട്ടിട്ട് ടെൻഷനായോ? സാരമില്ലാന്നേ, ഇനി മുതൽ ശ്രദ്ധിച്ചാൽ മതി. ഏതാനും ആഴ്ചകൾ കൊണ്ട് ആ ലാറ്റ് മസിലൊക്കെ അങ്ങോട്ട് വിരിഞ്ഞു വരുന്നത് കാണാം. അതിനുവേണ്ട ഫുൾ സപ്പോർട്ടുമായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ.